താങ്കളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് അത് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം. സെക്സ് കൊടുക്കാറില്ല. ഞാൻ സെക്സ് അതായത് റിയൽ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുപ്പ് എനിക്ക് പരിപാടിയില്ല. എല്ലാവരും നന്നായിട്ട് പൂശുവോന്നർത്ഥം. ഞാൻ എന്റെ മോഡൽസിന്റെ കൂടെ ചെയ്യും. അതായത് അത് കുഴപ്പമില്ലേ? അല്ല, അതിന് യുദ്ധഭൂമിയിൽ ഒരു പുതിയ നിന്റെ ചാരിത്രത്തിൽ സംശയിച്ചു ഈ കൊടുപ്പെന്ന് പറയാം. ഞാനൊരു ആക്ടറാണ്. ആക്ടർ ബേസിൽ മാത്രം നോക്കിയാൽ മതി. ആക്ട്രസ് ആണ്, അതിൽ ആ ഒരു ബേസിൽ നോക്കിയാൽ മതി. സ്വയം ഞാൻ ജാസിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ഷേക്സ്പിയറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെ ലെസ്ബിയൻ ചെയ്യാൻ വരുന്ന പെണ്ണുങ്ങളോട് ചെയ്തിട്ടുണ്ട്. തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട വെറുതെ. വേണ്ട, വിശദീകരിക്കണ്ട. അല്ലാതെ സമൂഹത്തിൽ എല്ലാവരും ചേച്ചി ഒരു ഷോട്ടിന് എത്രയാ, 5000 ആണോ 10000 ആണോ, ആ പരിപാടി എനിക്കില്ല. അവിടെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയ നന്നായിട്ട് വിടുവല്ലേ. ഞാൻ വല്ല ഒക്കേഷനിലോ ഹോളിഡേയ്സിലോ അങ്ങനെ വെടിയെന്നൊക്കെ വിളിക്കാൻ വരുന്നവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഞാൻ വിടും. ഗുണങ്ങൾ പലതാണ്. നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. അത്രേ അപ്പോ പബ്ലിക് പ്രോപ്പർട്ടി അല്ല, താങ്കൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. പ്രോപ്പർട്ടി ആയിട്ട് കണ്ടാരും എന്നെ അപ്രോച്ച് ചെയ്യാറുമില്ല. ആള് കൊള്ളാമല്ലോ. ഇവിടെ തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പബ്ലിക് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നു ഞാൻ എന്റെ മോഡൽസിന്റെ കൂടെയാണ് ചെയ്യുള്ളൂ, വേറെ ആൾക്കാർ കൂടെ ചെയ്യില്ല എന്ന് പറയുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? വൃത്തിയായിട്ട ചോദ്യങ്ങൾ ചോദിച്ചാലോ. ഒരു മോഡലായിട്ട് കാശ് തന്ന് അല്ലെങ്കിൽ താങ്കൾ അവർക്ക് പൈസ കൊടുത്ത് വേറൊരാൾ, ഒരു പുരുഷൻ ഒരു മോഡലായിട്ട് വരാണെങ്കിൽ താങ്കൾ അവരുടെ കൂടെ ചെയ്യില്ലേ? ഞാൻ അങ്ങനെയുള്ള അതെനിക്ക് ഇഷ്ടമാ എന്ന് വിചാരിച്ചേ അമൃതം അധികം ആയാലേ വിഷവാ. പച്ചക്കള്ളം എനിക്കറിയാം. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല.